ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം. ഈ പ്ലാറ്റ്ഫോമിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ഭയപ്പെടേണ്ട എന്നതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. എന്നാൽ എൻ്റെ സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട. ഭയം എന്ന വാക്കിൻ്റെ അർത്ഥം പേടി, ഭീതി, അധൈര്യം എന്നൊക്കെയാണ്. മനുഷ്യ ജീവിതത്തിലെ സ്വാഭാവികമായ ഒരു വികാരമാണ് ഭയം എന്നത്. ഏതെങ്കിലും വിഷയത്തെ നാം നേരിടണമെന്ന് നാം ചിന്തിക്കുമ്പോഴോ ഒക്കെ മനുഷ്യരായ നമുക്കൊക്കെ ഭയമുണ്ടാകാറുണ്ട്. ഭയം നിമിത്തമായി പെട്ടെന്നുള്ള ശ്വസനം, ഹൃദയമിടിപ്പ്, കൃഷ്ണമണികളുടെ വികാസനം എന്നിവയൊക്കെ മനുഷ്യർക്ക് ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ ഭയത്തിൻ്റെ ആരംഭം എങ്ങനെ ഉണ്ടായി എന്ന് വിശുദ്ധ വേദപുസ്തകത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകത്തെക്കുറിച്ച് തുടക്കങ്ങളുടെ പുസ്തകം എന്നാണ് പറയപ്പെടുന്നത്. യഹോവയായ ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുന്നതായി നമുക്കവിടെ കാണുവാൻ കഴിയും. ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് പാർക്കുവാൻ ദൈവം ഏദൻ എന്നൊരു തോട്ടമുണ്ടാക്കി. ആ തോട്ടത്തിൽ വേല ചെയ്യുവാനും തോട്ടം കാപ്പാനുമായി ദൈവം മനുഷ്യനെ അവിടെ ആക്കുന്നതായി നമുക്ക് കാണാം. തോട്ടത്തിലാക്കപ്പെട്ട മനുഷ്യന് ദൈവം കൊടുത്ത കൽപ്പന, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം നിങ്ങൾ തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്നും ദൈവം കൽപ്പന കൊടുത്തിരുന്നു. പിശാചിൻ്റെ കൗശലത്തിൽ പിടിക്കപ്പെട്ട ഹൗവ ആ വൃക്ഷഫലം പറിച്ചു തിന്നുകയും തൻ്റെ ഭർത്താവായ ആദത്തിന് കൊടുക്കുകയും ചെയ്തു. അവർ ഇരുവരും അത് ഭക്ഷിച്ച് ദൈവ തേജസ് നഷ്ടപ്പെട്ടു. അവർ നഗ്നരായി തീർന്നു. യഹോവയായ ദൈവം അവരെ കാണുവാൻ തോട്ടത്തിൽ എത്തുമ്പോൾ ദൈവത്തിൻ്റെ കാലച്ച കേട്ടിട്ടവർ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ഭയപ്പെട്ടൊളിച്ചു എന്നാണ്. അവിടെയാണ് ഭയത്തിൻ്റെ ആരംഭം. ഇങ്ങനെ ഭയപ്പെട്ട് ദൈവതേജസ് നഷ്ടപ്പെടുത്തി ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ ദൈവം തൻ്റെ സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാം. മറിയ എന്ന കന്യകയിലൂടെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ പുത്രനായി യേശു ഈ ഭൂമിയിലേക്ക് വന്നു. കാൽവറി ക്രൂശിലെ മരണത്തിലൂടെ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി യേശു ക്രിസ്തു യാഗമായി മനുഷ്യവർഗത്തിന് വീണ്ടെടുപ്പ് സാധിപ്പിച്ചു തന്നു. ഈ വീണ്ടെടുപ്പിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നത് പോലെ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അതുപോലെ തന്നെ റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങളിൽ കാണുന്നു, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അതായത് നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളായി തീർന്നു. നാം മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ നിലനിൽക്കുന്ന തേജസ് പ്രാപിച്ച് നിത്യജീവങ്കിലേക്ക് നാം പ്രവേശിക്കപ്പെട്ടു എന്ന് കാണുന്നു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ ഇങ്ങനെ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്ന നമുക്ക് ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവർ ആരും ഒരു നാളും മരിക്കയില്ല എന്ന് കാണുന്നു. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് തന്ന സ്വർഗീയ സംരക്ഷണം എത്ര വലുതെന്ന് ഈ വചനവേദ ഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ അക്ഷരിക ലോക ജീവിതയാത്രയിൽ പലപ്പോഴും നമുക്ക് പല നിലകളിലുള്ള പ്രയാസ പ്രതികൂലങ്ങളൊക്കെ കടന്നു വരാം. അവിടെയൊക്കെ നാം പലപ്പോഴും ഭയപ്പെട്ടു പോയി എന്നും വരാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ നാം കാണുന്നത് പോലെ മിസ്രൈമ്യ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട ഇസ്രായേൽ ജനം മോശയുടെ നേതൃത്വത്തിൽ ചെങ്കടൽ കരയെത്തുന്നതായി നമുക്ക് കാണാം. അവിടെ അവരെത്തപ്പെടുമ്പോൾ അവരുടെ പുറകിൽ നിന്ന് മിസ്രൈമി സൈന്യം അവരെ പിന്തുടർന്നു വരുന്നു. അതുകൊണ്ട് അവർ ഭയപ്പെട്ടു പോയതായി തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ ഭയപ്പെട്ടു പോയ ഇസ്രായേൽ ജനത്തോട് മോശ പറയുന്നത് ഇപ്രകാരമാണ്. അതിന്റെ 14-ാം അധ്യായം 13-ാം വാക്യത്തിൽ, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീന്ന്. ദൈവം തന്നെ ജനത്തെ ശത്രുവിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും പിന്തുടർച്ചയിൽ നിന്നും രക്ഷിച്ചതായിട്ട് നമുക്ക് തിരുവചനത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും. അതുപോലെ തന്നെ യിരെമ്യാ പ്രവചനം 10-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമുക്ക് കാണുന്നു, ജാതികളുടെ വിഗ്രഹങ്ങളെ ഭയപ്പെടരുതെന്ന്. ആ വചനം ഇപ്രകാരമാണ്, അവ വെള്ളരിത്തോട്ടത്തിലെ തൂണ് പോലെയാകുന്നു, അവ സംസാരിക്കുന്നില്ല, അവയ്ക്ക് നടപ്പാൻ വഹിയായികൊണ്ട് അവയെ ചുമന്നുകൊണ്ട് പോകണം, ഒരു ദോഷവും ചെയ്യുവാൻ അവയ്ക്ക് കഴിയുകയില്ല, ഗുണം ചെയ്യുവാനും അവയ്ക്ക് പ്രാപ്തിയില്ല. അതുകൊണ്ട് ദൈവജനം ഭയപ്പെടേണ്ട എന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. 10-ാം അധ്യായത്തിലുടനീളം വിഗ്രഹം എന്താണെന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. യെശയ്യാ പ്രവചനം 51-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ മനുഷ്യരെ ഭയപ്പെടുവാൻ അവൻ ആറെന്ന് കാണുന്നു.
സദൃശവാക്യങ്ങൾ 29 അധ്യായത്തിൻ്റെ 25 വാക്യത്തിൽ മാനുഷ്യഭയം ഒരു കെണി എന്നും നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. എന്നാൽ യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. ഇപ്രകാരമുള്ള അനേക വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയും. മനുഷ്യരെ ഭയപ്പെട്ട് ജീവിക്കുന്നവർ, താൽക്കാലികമായ ഏതെങ്കിലും നിലനിൽപ്പിന് വേണ്ടിയൊക്കെ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. അവരങ്ങനെ ചെയ്യുന്നതിലൂടെ വിശേഷാൽ ദൈവമക്കളായവർ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഒരു ദൈവ പൈതൽ മനുഷ്യരെ ഭയപ്പെട്ട് മനുഷ്യന്റെ പ്രീതിക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ പാടില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് യഹോവയിൽ ആശ്രയിക്കുന്നവൻ രക്ഷ പ്രാപിക്കുമെന്നും. 128 സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാനെന്ന്. 121 സങ്കീർത്തനത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന് ദൈവം എത്രത്തോളം സംരക്ഷണം നൽകുന്നു എന്നുള്ളത്. അപ്പോൾ തന്നെ റോമാലേഖനം 13 അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് നാം കീഴ്പ്പെട്ടിരിക്കണമെന്നാണ്. നാം നിയമങ്ങൾ പാലിക്കണമെന്നും ഭയം കാണിക്കേണ്ട ഇടത്ത് നാം ഭയം കാണിക്കണമെന്നും അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യേശു കർത്താവ് തന്നെയാണ് ഏറ്റവും നല്ല മാതൃക. മത്തായി സുവിശേഷം 17 അധ്യായത്തിൻ്റെ 27 വാക്യത്തിലും, എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് കടലിൽ ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കുക, അതിൻ്റെ വായിൽ നിന്ന് ചതുദ്രഹ്മപ്രണമെടുത്ത് നികുതി കൊടുക്കുവാൻ യേശു കർത്താവ് പറയുന്നു. അപ്പോൾ തന്നെ ദാനിയേൽ പ്രവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ബാബേലിലേക്ക് അടിമകളായി കൊണ്ടുപോകപ്പെടുന്ന യഹൂദ ബാലന്മാരായ ദാനിയേലിനെയും ഹനന്യാവ്, മീശായേൽ, അസരിയാവ് എന്നിവരെ നമുക്ക് കാണാം. അവർ ബാബേൽ സംസ്ഥാനത്തായിരിക്കുമ്പോഴും അവർക്കവിടെ നേരിടേണ്ടി വരുന്ന പ്രതികൂല പ്രയാസങ്ങളെ ഒക്കെ അവഗണിച്ച് ദൈവത്തിനു വേണ്ടി ദൈവത്തിൻ്റെ മക്കളായി നിലനിന്ന് ദൈവിക മഹത്വം പ്രാപിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ദൈവിക മൂല്യങ്ങൾക്ക് വേണ്ടി അവരവിടെ നിലനിന്നു. അവിടുത്തെ യാതൊരു വിധമാകുന്ന വസ്തുവകകൾ കൊണ്ടുവന്ന് അവരവരെ തന്നെ മലിനമാക്കുവാൻ സംഗതി വരാതെ പിതാവായ ദൈവത്തിൽ ആശ്രയിച്ച് പൂർണ്ണമായി ദൈവത്തോട് പറ്റിച്ചേർന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയും. ഏതൊരു ദൈവബദലിനെ കുറിച്ചും ദൈവം ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എബ്രായ ലേഖനം 4 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ പറയുന്നത് പോലെ, അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ പിശാചിൻ്റെ കൗശലങ്ങളെയോ പിന്തുടർച്ചകളെയോ ജാതീയ വിഗ്രഹങ്ങളെയോ മനുഷ്യരെ ഒന്നും ഭയപ്പെടാതെ യഹോവയെ ഭയപ്പെട്ട് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് ധാരാളമായി പ്രാപിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.